ഹലോ, നമസ്കാരം. ഗൂഡല്ലൂർ കഴിഞ്ഞ് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഗൂഡല്ലൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ മസനഗുഡിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വഴിയിൽ നല്ല മാനും ആനകളെയും ആനേനൊക്കെ കണ്ടപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ആന നമ്മുടെ വണ്ടിയുടെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ നിന്ന് പുല്ലൊക്കെ തിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് നമ്മൾ കണ്ട് ബാക്കിൽ വണ്ടികളുള്ളതിനെ കൊണ്ട് ഓണടിച്ച് അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ആനേനൊന്നും കിട്ടിയില്ല. ഈ മാനുകളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിംഹവാലൻ കുരങ്ങ് പോലത്തെ കുരങ്ങ്, പിന്നെ മയിലുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു DSLR ക്യാമറയൊന്നും അല്ലാത്തതിനെ കൊണ്ട്, നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തതിനെ കൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ മങ്കൂസ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മുടെ അങ്ങനെ വേറെ എന്തൊക്കെയോ ചെറിയ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ ഭംഗിയൊന്നും ആക്ച്വലി നമ്മുടെ ക്യാമറയിൽ എത്ര നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അത്രയും ഭംഗി ഈ സിംഹവാലൻ കുരങ്ങുകൾ പുല്ല് തിന്നുന്നതും അതൊക്കെ നമ്മളിങ്ങനെ വളരെ ഭംഗിയോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. എത്ര പിന്നെ നമ്മുടെ റോഡിലൂടെയുള്ള യാത്ര, കാട്ടുപോത്തിനൊക്കെ കാണണം, എന്തൊരു ഭംഗിയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊന്നും ക്യാമറയിൽ അതിൻ്റെ ഭംഗി ഒപ്പിയെടുക്കാൻ കഴിയില്ല. കാരണം ഇതിന് പുറത്ത് നമ്മുടെ ഒരു എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കൂലേ, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച മാതിരി അത്രയും ഭംഗി ഇതിനെ കാണാൻ. കാരണം അതിൻ്റെ ഭംഗിയൊന്നും ഈ ക്യാമറയിൽ ശരിക്കും കിട്ടിയിട്ടേ ഇല്ല. ഇത് പിന്നെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പം ഒരു പൈപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇനി പൊട്ടിക്കിടക്കുന്നതാണോ, ഇനി ഇവർക്ക് വേണ്ടി ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി പൊട്ടിച്ചിടുന്നതാണോ എന്നറിയില്ല. എന്തായാലും വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നൊരു ചാലുണ്ട്. അവിടെ നമ്മുടെ ഈ സിംഹവാലൻ കുരങ്ങുകൾ വന്ന് ഇവരുടെ വാലിന് ഭയങ്കര നീളമാണ് കേട്ടോ. അത് അവർ വന്നിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് റോഡിൻ്റെ അപ്പുറത്താണ് അവരുടെ കൂട്ടമുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാം. വണ്ടികളൊക്കെ, ലോറികളൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് വരുന്നത്. ഇതിപ്പോൾ മസനഗുഡിയിലേക്ക് വഴി ഊട്ടി പോകുന്ന റോഡാണ്. വീതി കുറഞ്ഞ റോഡാട്ടോ. അപ്പോൾ അവർ ഇതിൻ്റെ അപ്പുറത്തേക്കാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നിന്ന് ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് വന്നിട്ടാണ് അവർ ഈ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും വീഡിയോ കാണുന്നതല്ല, ഭീമനായിട്ടുള്ളൊരു കുരങ്ങനാണ് അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാത്ര അത് ഒരു രക്ഷയുമില്ല, അത്രയ്ക്കും ഭംഗിയുള്ള യാത്രയായിരുന്നു. കാരണം എന്താ പറയുക, നമുക്ക് ഒരിക്കലും എന്താ പറയുക, എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്ര ഒന്ന് ചെയ്തു പോകണം. നമ്മളെ കയ്യിലും വലിയ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ നമുക്ക് അത്രയും കുറേ കാലം കൊണ്ട് എല്ലാവരും പറയുന്നതാണ്, അമ്മയും അച്ഛനും ഒക്കെ. അപ്പം പിന്നെ അമ്മയും ഞാനും ഭാര്യയും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്. വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയല്ല, ഞങ്ങളെ സ്വന്തം ചേച്ചി തന്നെയാണ്. അങ്ങനെ ചേച്ചി എല്ലാവരും കൂടി പോയി. നമ്മളങ്ങനെ മസനഗുഡി വഴി പോകുന്ന വഴിക്ക് നമ്മളവിടെ നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ കയറി നമ്മൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച്, ഇപ്പം കാണാം നിങ്ങൾക്കത് ആ ചായക്കട. നല്ല ചെറിയൊരു ചായക്കട. കാരണം ഒരുപാട് കാരണം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറമൊക്കെ ഇതൊക്കെ ഫോറസ്റ്റാട്ടോ. നമ്മൾ വിചാരിക്കും വേറെ വല്ല സ്ഥലങ്ങളായിരിക്കും, അതൊന്നുമല്ല. ഇതൊക്കെ ഫോറസ്റ്റാണ് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ. കാരണം അതിൻ്റെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടത് നമുക്ക് ശരിക്കും കാണാം. അവരവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഫോറസ്റ്റാണ് എന്നുള്ളത്. പിന്നെ മലയും കാര്യങ്ങളും ഒക്കെ, അതൊക്കെയാണ് നമ്മുടെ ഈ യാത്രേനെ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ചായക്കട ശരിക്കും ഇപ്പോൾ കാണട്ടോ, ചെറിയൊരു ചായക്കട. നമ്മൾ ചെല്ലുമ്പോൾ ആ സമയത്ത് ആരില്ലായിരുന്നു. നമ്മൾ ചായ കുടിച്ച് ചായക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ നിന്നോ അറിയില്ല, ഇഷ്ടം പോലെ ആളുകൾ.
ഇഷ്ടം പോലെ ആളുകൾ അവിടെ വന്ന് ചായ കുടിച്ച് ഒന്ന് മരങ്ങളൊക്കെ കാണണം. എന്തൊരു ഭംഗിയാണ് അറിയുക. നമ്മൾ ഏകദേശം ഒരു ഇപ്പം എന്ന് പറയുന്നത് 6:30 മണിയൊക്കെ ഉണ്ടാവും നമ്മളവിടെ എത്തിയപ്പം. ആ ഈ മുന്നിൽ കാണുന്ന ഒരു ടിൻസായിട്ടുള്ള മരമാണ്, അതൊക്കെ കാണണം. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും കാണാം. അതിൻ്റെ അടുത്ത് പോയി അത് എടുക്കാനൊക്കെ മറന്നുപോയി. അപ്പം പിന്നെ ഇനി ഈ വഴിക്ക് ഒന്നും കൂടി വരണം, കാരണം ഇരുട്ടായതിനെ കൊണ്ടേ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പാസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പാസ് നിർബന്ധമാണ്. അതെല്ലാവരും എടുക്കണം, കാരണം അത് കുറച്ച് കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റിൽ അത് കറക്റ്റായിട്ട് നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ തലയിലൊക്കെ മുണ്ടിട്ട് ചായയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളും ചായക്ക് വേണ്ടിയിട്ട് അവളും കാത്തു നിൽക്കുകയാണ്. അവൾ ആ ചായ എടുത്ത് കുടിച്ചിട്ടുണ്ട്. കാരണം ആരും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്ന് അങ്ങനെ അവരെല്ലാവരും നിർത്തി ചായ കുടിക്കാൻ നിർത്തി. കാരണം കുറേ കഴിഞ്ഞ് ചായ സ്പോട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചായ കുടിച്ച് ഇറങ്ങിയതിന് ശേഷം ഒന്നും തന്നെ ഇല്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ യാത്രകളാണ്. ആ യാത്ര എല്ലാവരും കൂടി എൻജോയ് ചെയ്യണം. അതാണ് ശരിക്കും തണുത്ത ഒരു കാലാവസ്ഥേൻ്റെ ഇടയിലൂടെ അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു യാത്രയാണ്. അത് നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ്. നിങ്ങളെല്ലാവരും പറ്റുന്ന എല്ലാവരും എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരൊന്ന് പോകണം, പോയി യാത്രയൊന്ന് ആസ്വദിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് എന്താ പറയുക, ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു സമ്പാദ്യമായിട്ടുള്ളത് തോന്നുന്നു എനിക്ക്. കാരണം എല്ലാവരൊക്കെ ഒന്ന് പോയിട്ടത് കാണുക. വലിയ പൈസ ഒന്നുമില്ല. നമ്മൾ ഇപ്പം കോഴിക്കോട് നിന്നാണ് നമ്മൾ യാത്ര ആയത്. നമ്മുടെ കാറിന് 2500 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പെട്രോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ. പിന്നെ തിരിച്ച് നമുക്ക് എത്ര പെട്രോൾ ആവുന്നതല്ല, നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്രോൾ അടിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വയനാട് ചുരമല്ല, നമ്മൾ നിലമ്പൂർ വഴി നിലമ്പൂർ ചുരം കയറിയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇതിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. എപ്പോഴും ഇതിലേക്ക് കയറ്റി വിടാറില്ല, എന്താ അറിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പാസ് കിട്ടി. നമ്മൾ മൊബൈലിൽ തന്നെ എടുക്കാവുന്ന ചെറിയ പ്രോസസ്സാണ് ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പാസ് എടുക്കുമ്പോൾ അവരെവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ ഹോട്ടൽ കൊടുക്കാതെ വല്ല നമ്മുടെ നെയ്ബേഴ്സല്ല, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം ഉണ്ടാവില്ല. നമ്മൾ ഹോട്ടലിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് ID കാര്യങ്ങൾ, ബുക്കിംഗ് നമ്പറൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ആ പാസിൽ. അപ്പോൾ മാക്സിമം നമ്മളെ റിലേറ്റീവിൻ്റെ അവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ അടിച്ചതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ റൂം നോക്കിയാൽ മതി. നമ്മുടെ ഊട്ടിയിൽ ചെന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. ചുരം കയറി പോകുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതെന്താ പറയുക, ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ആനക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഞാൻ ഈ വണ്ടി ഓടിക്കുന്നൊരു ശ്രദ്ധയിൽ ആനക്കൂട്ടം ബാക്കിയുള്ള എല്ലാവരും കണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചുരം കയറുന്ന എടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് വീട്ടിൽ ഫാമിലിയൊക്കെ ഉള്ളതിനെ കൊണ്ട് പിന്നെ രാത്രി അതിനെക്കൊണ്ടും ചുരം കുറച്ച് ശ്രദ്ധിച്ച് കയറാം എന്നുള്ള രീതിയിൽ ഞാനത് ഷൂട്ട് ചെയ്തില്ല. ഈ ചുരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു 21 എയർ പിന്നോ അങ്ങനെ എന്തോ ഉണ്ട്, 13 എയർ പിന്നോ 21 എയർ പിന്നൊക്കെ ഉണ്ട്. ഈ ഒരു നമ്മുടെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ചുരത്തിന് ഈ സൈഡിൽ എവിടെയോ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു. ആനേനെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഫാമിലി ഉള്ളതിനെ കൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ വണ്ടിയുടെ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ച്. കാരണം വേറെ ഇപ്പോൾ ഒരു കയ്യിൽ സ്റ്റിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഞാൻ തന്നെ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു സ്റ്റിക്കൊക്കെ മേടിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും പോയതല്ല. നമ്മൾ കറക്റ്റായിട്ട് പോവുക, ഒന്ന് കണ്ടു പോരുക എന്നുള്ള രീതിയിൽ പോയതിനെ കൊണ്ട് മാത്രം
അങ്ങനെ പോയതാണ്. നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് നല്ല ഭംഗിയിലൊരു ആന ഉണ്ടായിരുന്നു. അപ്പോൾ ആനേനൊന്നും കിട്ടിയില്ല. അതൊരു ഭയങ്കര നഷ്ടമായിട്ട് ഫീലായി തുടങ്ങി. കാരണം ആനേനെ കിട്ടാഞ്ഞത് ഭയങ്കര ഒരു സങ്കടമായി. ആനേനെ കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള ഒരു ഇതാകും. കാരണം അത്രയും ഭംഗിയുള്ളൊരു ആനയായിരുന്നു. നല്ല കൊമ്പൊക്കെ ആയിട്ട് നല്ലൊരു കുട്ടിക്കൊമ്പൻ ഒരാനയായിരുന്നു. പക്ഷേ കിട്ടിയില്ല. ഇനിയിപ്പം നമ്മൾ ഒരു പ്രാവശ്യം കൂടി പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചുരമൊന്നും കിട്ടിയില്ല. ഫൈനലി നമ്മൾ ഊട്ടിയിലെത്തി. നമ്മളവിടെ ഒരു സ്റ്റേ ചെയ്യാൻ റൂമൊക്കെ വേണ്ടി നോക്കുകയാണ്. നമ്മൾ ഊട്ടിയിലെത്തിയപ്പം ഞാവൽപ്പഴം ഉണ്ടായപ്പം കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഊട്ടിയിലെത്തിയപ്പം മഞ്ഞാണോ മഴയാണോ എന്നറിയില്ല, നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് മഴ പോലെ. അങ്ങനെ അത് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ്, നല്ല രസമുണ്ടായിരുന്നു തണുപ്പ് ആസ്വദിക്കാൻ. കാരണം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, ഇനി നാളെ പറ്റുകയാണെങ്കിൽ കാണാം.